അടുത്ത സിഗ്നലിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇവരുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. നമുക്ക് വെളിച്ചത്തിൻ്റെ കുറവുണ്ട്. ഇപ്പോൾ ആ ജനറേറ്റർ സ്റ്റാർട്ടായി ആ ഫ്ലഡ് ലൈറ്റ് വന്നാൽ മാത്രമേ ഇവിടെ വെളിച്ചമുണ്ടാവുകയുമുള്ളൂ. ഇപ്പോൾ ക്യാമറകളുടെ ലൈറ്റ് മാത്രമാണ് ഇവിടെ പരിശോധനയ്ക്ക് ഉള്ളത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ പരിശോധന, അതായത് തെരച്ചിൽ നടത്താനുള്ള എല്ലാ ദൗത്യം തുടങ്ങാനുള്ള എല്ലാ സംവിധാനത്തിലേക്കും പോവുകയാണ്. ഒരുപക്ഷെ നമ്മൾ ഈ സമയത്ത് വിമർശന വിധേയമായി തന്നെ വിമർശിച്ചുകൊണ്ട് തന്നെ പറയേണ്ട ഒരു കാര്യമുണ്ട്. നേരത്തെ ഇപ്പോൾ ജീവൻ്റെ തുടിപ്പുള്ള ഒരു സിഗ്നലിന് വേണ്ടിയുള്ള തെരച്ചിലാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. മുണ്ടക്കയിലെ നൈറ്റ് മിഷൻ ആരംഭിച്ചിരിക്കുന്നു. റിപ്പോർട്ടറിൻ്റെ 4-5 യൂണിറ്റ് ക്യാമറകളും തലസ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് എല്ലാ ദൃശ്യങ്ങളിൽ നിന്നും ഒരുപക്ഷെ നമ്മൾ കാത്തിരുന്ന ഒരു മണ്ണിനടിയിൽ പെട്ടുപോയ മനുഷ്യരെ തിരികെ ജീവനോടെ പിടിക്കാൻ നമുക്ക് വളരെ കുറച്ച് മാത്രമേ സാധിച്ചുള്ളൂ. പക്ഷേ ഈ ഘട്ടത്തിൽ മണ്ണിനടിയിൽ പുതഞ്ഞുപോയ മനുഷ്യനെ 4 ദിവസത്തിനു ശേഷം നമുക്ക് തിരികെ പിടിക്കാൻ കഴിയുമോ എന്നൊരു വലിയ ചോദ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. യുക്തിയുടെ അളവുകോൽ വെച്ച് നോക്കിയാൽ ഒരു തരത്തിലും സാധ്യതയില്ലാത്ത ഒന്ന്, 1000-1 മാത്രം സാധ്യതയുള്ള ഒരു മിഷനാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ആ മണ്ണിനടിയിൽ കുടുങ്ങി നിൽക്കുന്നത് അത് ശ്വസിക്കുന്ന ഒരു ജീവിയാണ് എന്നത് മാത്രമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേതു ജീവി, അതൊന്നുകിൽ മനുഷ്യൻ, അതല്ലെങ്കിൽ പൈക്കൾ, നായ്ക്കൾ, അതല്ലെങ്കിൽ തവള പോലെയുള്ള ഉരകവർഗത്തിൽപ്പെട്ട ജീവികൾ. ഇതിലെന്തുമാകാനുള്ള സാധ്യതയുണ്ട്. 4ാം വട്ട സിഗ്നൽ പരിശോധനയാണ് ഇപ്പോൾ ഗിരീഷ് ശിവയും നിലേഷും അടക്കമുള്ള സംഘം നടത്തുന്നത്. ഈ പരിശോധനയിൽ തെളിയുന്ന ഗ്രാഫിൽ നീല നിറമാണ് വീണ്ടും വരുന്നതെങ്കിൽ പറഞ്ഞാൽ മതി. ബാറ്ററി ഇങ്ങോട്ട് പോകുന്നതായിരിക്കാം. ഒരു ചെറിയ വഴി കൊടുത്തു. ഇതിലൊന്നും ആവട്ടെ, ഇത് വേണ്ട. സിഗ്നലിന് വേണ്ടിയുള്ള തെരച്ചിൽ നടക്കുന്നതിനിടയിൽ ഒരു പാവം നായ്ക്കുട്ടി ഒന്ന് പെട്ടിട്ടുണ്ട്. ആർമി കമാൻഡിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ഈ തെരച്ചിലിന് നേതൃത്വം നൽകുന്നത്.